പ്രിയപ്പെട്ട പത്രപ്രതിനിധി സുഹൃത്തുക്കളെ, കൂത്താളി പഞ്ചായത്തിലെ കിഴക്കൻ പേരാമ്പ്ര മേഖലയിലുള്ള അഞ്ചോളം വാർഡുകൾ കേന്ദ്രീകരിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഒരു ആസ്ഥാന മന്ദിരം ഉണ്ടാക്കണമെന്നുള്ള ആ പ്രദേശത്തുകാരുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ് 26-ാം തീയതി ബഹുമാനപ്പെട്ട MP ഷാഫി പറമ്പിൽ അവറുകളും അതുപോലെ തന്നെ DCC പ്രസിഡന്റും പ്രവീൺ കുമാർ സാറും അതുപോലെ തന്നെ രജു മാക്കുറ്റി KPCC മെമ്പറും കൂടി ആ പ്രദേശത്ത് ഒരു കോൺഗ്രസ് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ആ പ്രദേശത്തുള്ള സാധാരണക്കാർക്ക്, ആ ശരണർക്ക്, ബുദ്ധിമുട്ടുന്ന ഏത് വിഷയത്തിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഏത് സമയത്തും കയറി വന്നുകൊണ്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ പറയാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള ഒരു പ്രധാന കേന്ദ്രമായി സാധാരണ പാർട്ടി ഓഫീസ് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് ആ പ്രദേശത്തുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ അവർ തന്നെ ആ പ്രദേശത്തു നിന്നും സ്വരൂപിച്ച പണം കൊണ്ട് നിർമ്മിച്ച കെട്ടിടമാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിൽ ആ പ്രദേശത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി അഹോരാത്രം പാടുപെട്ട് ഈ പാർട്ടി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന സമയത്തും അതുപോലെ തന്നെ പാർട്ടി നിലനിർത്താനും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പോലും പങ്കെടുത്ത കുറേ മഹാരഥന്മാർ ആ പ്രദേശത്ത്, ഇല്ലത്ത് ഉണ്ണിനായർ, അതുപോലെ തന്നെ ഗുജറാത്ത് നമ്പ്യാർ, അവരുടെയെല്ലാം കുഞ്ഞിക്കേളപ്പൻ നമ്പ്യാർ, അവരുടെയെല്ലാം പ്രദേശത്ത് ഉള്ള ഒരു ഓഫീസ് കെട്ടിടം എന്നുള്ള നിലയ്ക്ക് അതിനുശേഷം വന്ന സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ പഞ്ചായത്ത് മെമ്പറും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള പലരും ആ പ്രദേശത്ത് ഇതുപോലെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരെയെല്ലാം ഞങ്ങൾ സ്മരിക്കുകയാണ്. PC കാർത്തിയേനി, MS PK നാരായണൻ നായർ, കക്കറ മൊയ്തീക്ക, പുതിയടത്ത് കുഞ്ഞുമൊയ്തീൻ സാഹിബ് അടക്കമുള്ള നമ്മുടെ പേരാമർ കുന്നുമ്മൽ കുഫ, അതുപോലെ വെള്ളൻ, കേളോത്ത് കോരൻ, അതുപോലുള്ള ആ പ്രദേശത്ത് പലരുമുണ്ട്. അവരുടെയെല്ലാം സ്മരണ നിലനിർത്തിക്കൊണ്ട് തന്നെ ഞങ്ങളിത് കൂത്താളി പഞ്ചായത്തിലുള്ള ആ പ്രദേശത്ത് 26-ാം തീയതി 4 മണിക്ക് അത് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ആ സന്തോഷം നിങ്ങളെ അറിയിക്കും. നമ്മളുടെ സൂചിപ്പിച്ചതുപോലെ ഈ പാർട്ടി ഓഫീസിൻ്റെ നിർമ്മാണം തുടങ്ങുന്നത് മുതൽ നാട്ടിലുള്ള സാധാരണക്കാരെ കോൺഗ്രസ്സുകാർ, ഇതരം രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർ, സാംസ്കാരിക സംഘടനപ്പെട്ടവരുടെ ഒക്കെ പിന്തുണയാണ് ഈ പാർട്ടി ഓഫീസ് രൂപീകരിക്കാൻ ഞങ്ങൾക്ക് പ്രചോദനമായത്. സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ എന്ന് ഞാൻ പറയുന്നത് ഒരു പാർട്ടിയിൽ സ്ഥാനം ആഗ്രഹിക്കാത്ത, ഒരു പഞ്ചായത്തിൽ മത്സരിക്കണമെന്നും ആഗ്രഹിക്കാത്ത, നിസ്വാർത്ഥ സേവനം നടത്തുന്ന കോൺഗ്രസിൻ്റെ ഹൃദയത്തോട് ചേർത്തിരിക്കുന്ന സാധാരണക്കാരായ കോൺഗ്രസ്സുകാരുടെ പ്രയത്നത്തിൻ്റെ ഫലമാണ് ഈ ഓഫീസിൻ്റെ നിർമ്മാണം. ദേശീയ പ്രസ്ഥാനത്തിനൊക്കെ ഒരുപാട് സംഭാവനകൾ നൽകിയൊരു പ്രദേശമാണ് കിഴക്കൻ. അപ്പോൾ കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയോ കാലമായിട്ട് അവിടെ ഒരു ഓഫീസ് ഇല്ലാത്തൊരു പാർട്ടി എനിക്ക് തോന്നുന്നു കോൺഗ്രസ് പാർട്ടി മാത്രമേ ഉള്ളൂ. ഇന്നലെ വരെ കോൺഗ്രസിൻ്റെ പാർട്ടി ഓഫീസ് ഓരോരുത്തരുടെയും ഹൃദയത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. മറ്റു പലരുടെയും ആവശ്യത്തിനനുസരിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ ആ ഓഫീസ് മറ്റു പലർക്കും നാട്ടിലെ കാര്യങ്ങൾക്കൊക്കെ സമീപിക്കണമെങ്കിൽ കോൺഗ്രസിൻ്റെ ഓഫീസ് നിർബന്ധമാണ് എന്ന് മറ്റു പലരുടെയും നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞങ്ങൾ ഈ ഓഫീസ് ഉണ്ടാക്കാൻ നിർബന്ധിതരായത്.
അതിൻ്റെ ഒരു സൂചനയാണ് ഈ ഓഫീസിൻ്റെ നിർമ്മാണം തന്നെ. മറ്റു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ഒരാളാണ് സൗജന്യമായി ഓഫീസിനുള്ള സ്ഥലം നൽകിയത്. അപ്പോൾ ബാക്കി നിർമ്മാണ പ്രവർത്തനം മാത്രമാണ് നാട്ടിലുള്ള കോൺഗ്രസ്സുകാരും മറ്റു എല്ലാ ആൾക്കാരൊക്കെ ഏറ്റെടുത്ത് നടന്നത്. അപ്പോൾ ആ പ്രദേശത്തിൻ്റെ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFൻ്റെ മുഖച്ഛായ മാറ്റുന്ന പ്രവർത്തനത്തിന് നാളെ മുതൽ തുടക്കം കുറിക്കുകയാണ്. അതിന് വേണ്ടത്ര പ്രാധാന്യത്തോടുകൂടി പ്രസിദ്ധീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മുടെ ഈ പ്രധാനമായി ഇതിനകത്തുള്ളത് ഈ ഓഫീസിന് സ്ഥലം തന്നത് മുസ്ലിം ലീഗിൻ്റെ നിലവിലെ പഞ്ചായത്ത് മെമ്പർ, മുസ്ലിം ലീഗിൻ്റെ നേതാവുമായ ശ്രീ പൂളക്കണ്ടി കുഞ്ഞമ്മദ് അവരുകളാണ്. അത് വളരെ സന്തോഷത്തോടു കൂടി അറിയിക്കുകയാണ്. കാരണം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ഒരാൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വിളയാട്ടേണ്ട മുക്കിൽ അല്ലെങ്കിൽ കിഴക്കൻ പേരാമ്പ്രയിൽ ഒരു ആസ്ഥാനം വേണമെന്നത് ആ ഒരു സന്തോഷം, ആ ഒരു ചിന്താഗതികൾക്ക് ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ യാതൊരു പ്രയാസവുമില്ലാതെ 10 പൈസ വാങ്ങിക്കാതെ നമ്മുടെ ഓഫീസ് ബഹുമാനപ്പെട്ട ഷാഫി പറമ്പിൽ MP നാളെ 3 മണിക്ക് അദ്ദേഹം ഈ ഓഫീസ് നാട്ടിന് വേണ്ടി സമർപ്പിക്കും. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് മുഖ്യ അതിഥിയായി വരുന്നത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ K. പ്രവീൺകുമാറാണ്. അതുപോലെ തന്നെ KPCCയുടെ മെമ്പർ റിജുൽ മാക്കുറ്റി അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കും. പിന്നെ നമ്മുടെ പ്രാദേശികമായ വിജേഷ് അരവിന്ദ്, സത്യകടിയനാട്, ബാലനാരായണൻ, പിന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ, പിന്നെ മണ്ഡലം പ്രസിഡന്റ്, ബ്ലോക്ക് ഭാരവാഹികൾ, പ്രാദേശികമായ മുഴുവൻ ആളുകൾ ആ പ്രദേശത്ത് ഒത്തൊരുമയോടുകൂടി കൂട്ടായ്മയോടുകൂടി ആ പ്രദേശത്തിൻ്റെ ഒരു ഉത്സവമാക്കി ആണ് ഈ ഓഫീസിൻ്റെ ഉദ്ഘാടനത്തെ ആ നാട് കാണുന്നത്. അതിനകത്ത് കക്ഷി രാഷ്ട്രീയത്തിനോ അല്ലെങ്കിൽ ജാതി മത ചിന്തകൾക്കൊക്കെ അതീതമായി ആ നാട്ടിലെ മുഴുവൻ ആളുകളും ഈ ഓഫീസിൻ്റെ ഉദ്ഘാടനം ഒരു ഉത്സവമായി കാണുന്നു എന്നത് ആ പ്രദേശത്ത് വലിയ സന്തോഷകരമായ ഒരു. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരെയും ഞങ്ങളുടെ ആ ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിൽ ആ സന്തോഷത്തിൽ പങ്കുചേരാൻ നിങ്ങളെയും ഞങ്ങൾ നാളെ ഈസ്റ്റ് പേരാമ്പ്രയിലേക്ക് ക്ഷണിക്കുന്നു.